തനിക്ക് കിട്ടിയ പണം നല്ല സുരക്ഷിതമായിട്ട് ഭാമയുടെ കയ്യിൽ കബോർഡിൽ വെപ്പിച്ചിട്ട് ചന്ദ്ര തിരിച്ച് ചന്ദ്രത്തിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും ഭയങ്കര മഹാമനസ്കത കാട്ടിയിട്ട് ചന്ദ്രമതി ശരത്തിന്റെ പേരുള്ള കേസ് പിൻവലിച്ചെന്നാണ് കേട്ടോ കരുതിയിരിക്കുന്നത്. അങ്ങനെ 6 നീ കൊഴിഞ്ഞാണ് കേട്ടോ എല്ലാവരും അവളെ സ്വീകരിക്കുന്നത്. എന്നാൽ 2 ലക്ഷം രൂപ മേടിച്ചു എന്നും അവള് കാരണം 3 ലക്ഷം രൂപ വക്കീലിന് കൊടുക്കേണ്ടി വന്നെന്നൊന്നും സച്ചിൻ, രേവതിയും രവീന്ദ്രനും വീട്ടിലുള്ള ആരും അറിയുന്നില്ല. നമ്മുടെ അവൾക്ക് നല്ല സംശയം കേട്ടോ. അവൾക്കെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിക്ക് നല്ല സംശയമാണ്. കാരണം തൻ്റെ അമ്മായിമ്മയുടെ സ്വഭാവം അവൾക്ക് നല്ലതുപോലെ അറിയാം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയോജനമില്ലാതെ ഇങ്ങനൊരു പരിപാടി ചെയ്യില്ലാന്ന് അവൾക്കറിയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭാമയ്ക്ക് സത്യം അറിയാതിരിക്കുമല്ലോ. ഭാമയോട് പറഞ്ഞിട്ട് എന്തും ചെയ്യുള്ളെന്ന് ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ശ്രുതി നേരെ ഭാമയുടെ വീട്ടിലേക്ക് ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ ഭാമയാണെങ്കിൽ ആഹാ ശ്രുതിമോളോ എന്താ ഈ വഴിക്ക് എന്നൊക്കെ ചോദിക്കാണ്. ആന്റി, ഞാനിവിടെ അടുത്തൊരു ഫംഗ്ഷന് വന്നതാ. അപ്പോഴാ ഓർത്തത് ആന്റിയുടെ കാര്യം എങ്കിലും വന്ന് കേറിട്ട് പോവാന്ന് കരുതി. മോക്കെങ്കിലും തോന്നിയല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ആരെങ്കിലും കാണുന്നത് വലിയ സന്തോഷാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് ആന്റി ആകെപ്പാടെ ക്ഷീണിച്ചിരിക്കുകയാണല്ലോ, എന്ത് പറ്റി മുഖമൊക്കെ വാടിയിരിക്കുന്നേ, തലവേദനയുണ്ടോ? അതേ മോളെ, നല്ല തലവേദനയും ക്ഷീണവും ഒക്കെ ഉണ്ട്. എങ്കിൽ മസാജ് ചെയ്ത് തരട്ടെ? ഞാൻ മസാജ് ചെയ്താൽ നല്ല റിലീഫാണെന്നാ പാർലറിലൊക്കെ പറയുന്നത്. ഹെഡ് മസാജും ഉണ്ടല്ലോ പാർലറിൽ. ആണോ മോളെ? എങ്കിൽ ഒന്ന് ചെയ്തു തരുമോ? നല്ല തലവേദനയുണ്ട്. പിന്നെ 5 മിനിറ്റ് സംസാരിക്കാൻ ഒരാളെ കിട്ടുന്നതേ വലിയ ഇഷ്ടാ. നമ്മുടെ ചന്ദ്ര ഇപ്പോൾ ഇവിടെ ഡാൻസ് പഠിപ്പിക്കാനൊക്കെ വരുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ അവളും ഉള്ളതുകൊണ്ട് ഒരാശ്വാസ. പകലൊക്കെ രാത്രിയിലത്തെ കാര്യ വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നുണ്ട്. അല്ല, ആരുടെ മോനും മരുമോളൊന്നും വരാറില്ലേ? ഹേയ്, എന്ത് പറയാനാ, അവൻ ജോലിക്ക് പോയി. എങ്കിൽ അവളെങ്കിലും എൻ്റെ കൂടെ കൂട്ടിനെ കാണുമെന്ന് കരുതി. എന്ത് ചെയ്യാനാ, അവളും ആ പുറകെ തന്നെ പോയി. പിന്നെ ഭർത്താവിൻ്റെ കൂടെ അല്ലേ ഭാര്യ ജീവിക്കേണ്ടത്. അതിനിപ്പോൾ അമ്മായിമ്മയ്ക്ക് കൂട്ടു നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് ശരിയായ നടപടി അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ മൈൻഡ് ചെയ്തില്ല എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി അവളെ കസാലിൽ പിടിച്ചിരുത്തിക്കൊണ്ട് മസാജൊക്കെ ചെയ്ത് കൊടുക്കാണ് കേട്ടോ. ഈ ഷോൾഡറിൽ നല്ല വേദനയുണ്ട് മോളെ, അവിടെയും കൂടെ ഒന്ന് പറയാണ്. അങ്ങനെ ഷോൾഡറിലും തലയിലും ഒക്കെ നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുക്കാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ഭാമയാണെങ്കിൽ നല്ലവണ്ണം അതിലിങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരിക്കും. ശ്രുതി ചോദിക്കാണ്, അല്ലാണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആന്റിക്ക് അറിയാലോ എൻ്റെ അമ്മായിമ്മ അങ്ങനൊന്നും വിട്ടുകൊടുക്കുന്ന ആളല്ലെന്ന്. പിന്നെ എന്ത് പറ്റി ഈ ശരത്തിന്റെ കേസ് മാത്രം വിഡ്രോ ചെയ്യാനായിട്ട്? ആന്റി അങ്ങനെ ചെയ്യുന്ന ആളല്ലെന്ന് എനിക്കറിയാം. എന്താ സംഭവിച്ചേ എന്ന് ചോദിക്കുമ്പോൾ ആര്, ചന്ദ്രമതിയോ? 2 ലക്ഷം രൂപ കിട്ടിയിട്ടല്ലേ അവള് വിട്ടത്? എന്താ ആന്റി എന്നാ പറഞ്ഞേ? അയ്യോ ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്, സത്യം പറയാൻ ആന്റി, എന്താ സംഭവിച്ചത്? എങ്ങനെയാ ആ വിഡ്രോവൽ ചെയ്തത്? 2 ലക്ഷം രൂപയുടെ കേസ് പറഞ്ഞല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കാണ്. മോളെ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ദയവ് ചെയ്ത് നീ ഇത് ചന്ദ്രയോട് ചോദിക്കരുത്, ആരും അറിയാനും പാടില്ല. അവള് പ്രത്യേകം അത് പറഞ്ഞ കാര്യ. അത് പിന്നെ വക്കീലിവിടെ വന്നിരുന്നു. വന്നതിന് ശേഷം 2 ലക്ഷം രൂപ അവക്ക് കൊടുക്കാന്ന് പറഞ്ഞു ചന്ദ്രയ്ക്ക്. അത് പറഞ്ഞപ്പോഴാ അവൾ അതിന് സമ്മതിച്ചത്. അതുകൊണ്ടാ ആ കേസ് പിൻവലിച്ചത് എന്ന് പറയുന്നുണ്ട്. ഓഹോ, അപ്പൊ അങ്ങനെയാ കാര്യമല്ലേ? ഞാൻ അപ്പോഴേ ഓർത്തു ആന്റി അങ്ങനെ വെറുതെ ഒന്നും ചെയ്യാറില്ലല്ലോ എന്ന്. അതേ മോളെ, അങ്ങനെയാ അവൾ അതിന് സമ്മതിച്ചത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാ ശരിയാടി, തലയ്ക്കിപ്പോ നല്ല ആശ്വാസമില്ലേ? ഞാന് പോയിട്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട്. അല്ല, അപ്പോ ആ പൈസ എവിടെ? അമ്മ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ലില്ല, അവിടെ കൊണ്ടുവന്ന രവി അറിയില്ലേ, അതുകൊണ്ട് ഇവിടെ തന്നെ സൂക്ഷിച്ചു വച്ചിരിക്കുക. അവിടെ കൊണ്ടുവന്ന രവി അറിയുന്ന അവക്ക് നല്ല പേടിയുണ്ട്. ശരി ശരി, അമ്മയുടെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൾ അവിടുന്ന് ഇറങ്ങിപ്പോവാണ്. പോകുന്ന വഴിക്ക് തന്നെ ആന്റിനെ വിളിക്കുന്നുണ്ട്. അല്ല, പൈസയുടെ കാര്യം എന്തായി? എന്റെ പൊന്നാന്റിനി, ഞാൻ പല വഴിത്തിലും നോക്കുന്നുണ്ട്, ഒന്നും സെറ്റ് ആവുന്നില്ല. ഒന്ന് സെറ്റ് ആയിക്കോട്ടെ, ഞാൻ തരാന്ന് പറഞ്ഞാലേ ശരിയാവില്ല. ആ നവീൻ ദാസെ ഏത് നിമിഷം തട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അവൻ തീർന്നാ പിന്നെ ഞാൻ എല്ലാം കൂടി നിന്റെ തലയിലോട്ട് ഇടത്തേ ഉള്ളൂ, അല്ലാതെ എനിക്കൊന്നും അറിയില്ല. ഞാൻ തരാം, ഞാൻ അതിനുവേണ്ടി ഓടി നടക്കുക, ദയവ് ചെയ്ത് ഒന്ന് മിണ്ടായിരിക്കോ എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കാണ്. അപ്പൊ നവീൻ ദാസ് ആനയോട് ചോദിക്കാണ്, നീ വലിയ പ്ലാനിങ് ഒക്കെ ഇട്ടിട്ട് ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞില്ലേ അവള് തരില്ലെന്ന്. അവള് തരും, നീ കണ്ടോ? അല്ലെങ്കിലേ അവളെ കൊണ്ട് തരിക്കും. ഇപ്പൊ എന്റെ കയ്യില് വലിയൊരു ബോംബുണ്ടല്ലോ, ഏത് നിമിഷവും അത് പൊട്ടിക്കാൻ പാകത്തിന് വളർന്നു വലുതായിരിക്കല്ലേ. അതുകൊണ്ടേ ഞാനത് ചെയ്യും എന്ന് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ നവീൻ ദാസും അതുപോലെ ആനണിയും അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ പിറ്റേ ദിവസവും ആനനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇവക്കൊരു നിവൃത്തിയില്ല. നേരെ മീരയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. മീരയുടെ പറയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല.
ആരിനെ വിളിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പൈസ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടുന്ന് പൈസ എടുത്തിട്ട് കൊടുക്കാനാ? അയാൾക്ക് അയാളുടെ തലയില് അത് വല്ലതും കേറണ്ടേ? അല്ല, നീ പൈസ കൊടുക്കാതിരുന്നാല് ആ നവീൻദാസ് അവിടെ കിടന്നങ്ങനെ മരിച്ചു പോയാല് ആ കേസ് കൂടി നിന്റെ തലയിലാവില്ലേ? അയാളെ കൈയൊഴിഞ്ഞിട്ട് പോകും. പിന്നെ കൊലക്കുരുന്ന് ജയിലിൽ കിടക്കേണ്ടി വരും. നവീൻദാസിന് എന്തിനാ കൊല ചെയ്യാൻ ചോദിക്കുമ്പോ നിനക്ക് സത്യങ്ങൾ പറയേണ്ടി വരും. അങ്ങനെ നിന്റെ കുടുംബത്തൊന്നും നീ ഔട്ടാകും. അതുകൊണ്ട് എന്താന്ന് വെച്ചാ വേണ്ട വിധത്തില് ചെയ്യാൻ നോക്ക്. ശരി, അതിനിടയിൽ എനിക്ക് ചെറിയൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. എന്താ? ഞാൻ പറഞ്ഞില്ലേ എന്റെ അമ്മായിമ്മ ഒരു ലാഭമില്ലാതെ ഒന്നും ചെയ്യാൻ നിൽക്കില്ലെന്ന്. എന്റെ ഊഹം ശരിയാ. എന്താടി, എന്താ കാര്യം? അതെ, ഞാനേ എന്റെ ആ ഭാമയാന്റി ഉണ്ടല്ലോ, ആനയുടെ വീട്ടിലേക്ക് പോയിരുന്നു. അവിടെ ചെന്ന് അവരെ സോപ്പിട്ട് ചോദിച്ചപ്പോ അവർ തത്ത പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്റെ അമ്മായിമ്മയ്ക്ക് വക്കീൽ വന്ന് 2 ലക്ഷം രൂപ കൊടുത്തു. ആ പൈസ കിട്ടിയ പാടെയാ അമ്മായിമ്മ ആ കേസ് വിഡ്രോ ചെയ്തത്. അല്ലാതെ അവരങ്ങനൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാമല്ലോ എന്ന് പറയുന്നുണ്ട്. അവരാൾ കൊള്ളാലോ, ഒറ്റയടിക്ക് 2 ലക്ഷം രൂപ ഒപ്പിച്ചല്ലേ എന്ന് ചോദിക്കാണ്. ഇതും എനിക്കൊരു ബെനിഫിറ്റ് ആയിട്ടാ എനിക്ക് തോന്നുന്നത്. ഈ ഒരു നവീൻദാസിന്റെ കേസില് ആ 2 ലക്ഷം രൂപ മറിച്ച് അങ്ങോട്ട് കൊടുത്താലോ? അതിന് ആ പൈസ നിന്റെ അമ്മായിമ്മ തരുമോ? നീ വലിയ മലേഷ്യക്കാരി കോടീശ്വരിയല്ലേ, നിനക്ക് പോയി അമ്മായിമ്മയോട് ചോദിക്കാൻ പറ്റുമോ? എന്റെ പൊന്നും മീരെ, ചോദിച്ചാല് അവർ തരുമെന്നാണോ നിന്റെ വിചാരം? അവരാ പൈസ ആരും വരാതിരിക്കാൻ ഭാമയാനയുടെ വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുക. അവിടുന്ന് എങ്ങനെയെങ്കിലും ആ കാശ് അടിച്ചു മാറ്റണം. അവിടുന്നോ? അയ്യോ, അവിടുന്ന് എങ്ങനെ അടിച്ചു മാറ്റും? അവരറിയില്ലേ? അവരറിയാതൊക്കെ അടിച്ചു മാറ്റാനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയാണ്. ഭാമയും ചന്ദ്രയും കൂടി ഭാമയുടെ വീട്ടില് ഡാൻസ് പിള്ളേരൊക്കെ ആയിട്ട് ഇരിക്കായിരിക്കും. ഈ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് രേവതി കയറി വരുന്നുണ്ട് കേട്ടോ, പൂവായിട്ട്. ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? ചന്ദ്ര ചോദിക്കുമ്പോൾ ഭാമ പറയുന്നുണ്ട്, എനിക്ക് എല്ലാ ദിവസവും മോള് വന്ന് പൂ തരാറുണ്ട്. മോളെ കാണുന്നത് എനിക്ക് പ്രത്യേക സന്തോഷാ. 5 മിനിറ്റെങ്കിലും മോളുടെ വർത്തമാനം പറയാൻ കിട്ടുമല്ലോ. രേവതി കൊണ്ടുവന്ന് പൂ വെക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ പൂജാമുറിയിലും അവിടുത്തെ വിഗ്രഹങ്ങൾക്കും പിന്നെ ഫോട്ടോയ്ക്കും എല്ലാം മാലയൊക്കെ ചാർത്തുന്നുണ്ട്. എല്ലാ ദിവസവും മോള് വരും, വന്ന് ഇവിടെ പൂമാലയൊക്കെ ചാർത്തി ദൈവങ്ങളുടെയൊക്കെ അടുത്തുനിന്ന് പ്രാർത്ഥിച്ചിട്ടാ മോള് പോവാറ്. അതിനൊരു ഐശ്വര്യം തന്നെ എന്റെ വീടിനുണ്ട് എന്ന് ഭാമ പറയാണ്. പിന്നെ ഭയങ്കര ഐശ്വര്യവാ. നിന്റെ മോൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഐശ്വര്യവാ നിനക്ക് ഈ കാണുന്നതൊക്കെ. ഞങ്ങളുടെ വീട്ടിലെ ഐശ്വര്യം നീ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇവള് വന്നു കയറിയ പിന്നല്ലേ അവിടെ ഓരോരോ പ്രശ്നങ്ങള്. ഭാമേന്റി, ഞാൻ പോവാ. എനിക്ക് കുറെ സ്ഥലത്തൂടി പൂ കൊടുക്കാനുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സാരി കച്ചവടം ചെയ്യാനായിട്ട് ഒരു പെണ്ണ് വരുന്നുണ്ട് കേട്ടോ. അവരിങ്ങനെ സാരിയൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ആ സാരിയൊന്നും നമുക്ക് ചന്ദ്രക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും കൊടുക്കാൻ ഇപ്പം എൻ്റെ കാശില്ല എന്ന് പറയുന്നുണ്ട്. ഭാമേ, നിന്റെ കാശുണ്ടെങ്കിൽ കൊടുക്ക്. എന്റെയിലോ? നിന്റെയിലല്ലേ പൈസ ഇരിക്കുന്നേ? പെട്ടെന്ന് അവളെ കണ്ടുകൊണ്ട് എന്നിൽ ഇവിടുന്ന പൈസ? എന്റെ പൈസ ഒന്നുമില്ല. അതെ, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. നിങ്ങൾ എടുത്തോ, പിന്നെ പൈസ തന്നാ മതി എന്ന് ആ പെണ്ണ് പറയുമ്പം അത് വേണ്ട, റെഡി ക്യാഷ് എന്നിട്ടേ ഞാൻ സാധനം വാങ്ങിച്ചോളാം. ഇപ്പൊ നീ ഇത് കൊണ്ടുപോകും. അപ്പൊ നമ്മുടെ ഭാമയാണെങ്കിൽ 2 സാരി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ പെണ്ണ് അവിടുന്ന് ബാഗുമായിട്ട് തിരിച്ചു പോവാണ്. എന്നിട്ട് നമ്മുടെ ചന്ദ്ര ഇവളെ കണ്ടു കാണിക്കാൻ കേട്ടോ ഭാമേനെ. അതായത് രേവതി ആ പൈസ കൊണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ചന്ദ്ര ഡ്രസ്സ് എടുക്കാനായിട്ട് അവിടുന്ന് പൈസ വാങ്ങിക്കാഞ്ഞത്. മാമ അങ്ങനെ ആ നൂർത്ത് നോക്കിയിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ മോളെ എന്ന് ചോദിക്കുമ്പം ആന്റിക്ക് ഇത് നന്നായി ചെയ്യുന്നുണ്ട്, നല്ല വിലക്കുറവുണ്ട്, നല്ല മെറ്റീരിയലാ എന്നൊക്കെ പറയുമ്പം പിന്നെ ഇവക്കല്ലേ എല്ലാം അറിയാവുന്നത്, എന്തെങ്കിലും കണ്ടാ വായ തോന്നുന്നൊക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞോളും എന്നും പറഞ്ഞ് ചന്ദ്ര പറയുമ്പം രേവതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഞാനിതുകൊണ്ടേ മേളി മടക്കി വെച്ചിട്ട് വരാം എന്ന് മാമ പറയുമ്പം ഇവളല്ലേ എവിടെ നിൽക്കുന്നത്, നീ ഇപ്പൊ കാല് വയ്യാതെ എന്തിനാ മോളോട്ട് കയറി പോന്നേ? ഡി, ഇതുകൊണ്ട് മടക്കി ഭാമയുടെ അലമാരിൽ വെച്ചിട്ട് വാ. ശരി അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ആ സാരി എടുത്തുകൊണ്ട് മുകളിലത്തെ നിലയിലേക്ക് പോവാണ്. അവിടെ കൊണ്ടുവന്ന് ആ സാരി മടക്കി കബോർഡിൽ വെച്ചിട്ട് അവള് തിരിച്ചു നിന്നിട്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് വണ്ടിയുമായിട്ട് പോയിക്കാനായിട്ട് പോണുണ്ട് കേട്ടോ. അങ്ങനെ അന്നേ ദിവസം വൈകുന്നേരം ശ്രുതിയാണെങ്കിൽ കുറെ സ്വീറ്റ്സും ഒക്കെ ആയിട്ട് ഭാമയുടെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പൊ സ്റ്റുഡൻസ് ഒക്കെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. കയറി വരുമ്പം എന്താ മോളെ നീ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചന്ദ്ര ചോദിക്കുമ്പം ആന്റി, ഞാനുണ്ടല്ലോ ഇവിടെ അടുത്തൊരു ഫംഗ്ഷനില് എന്റെ മേക്കപ്പ് ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഞാൻ ആ കുട്ടിയെ ഒരുക്കൊക്കെ ചെയ്തപ്പോ ഞാൻ ആന്റിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്റെ കാര്യമോ? എന്ത് കാര്യം? ആന്റി വലിയൊരു ഡാൻസർ ആണെന്നും വലിയ ഭരതനാട്യം ആർട്ടിസ്റ്റ് ആണെന്നും ഒരുപാട് കുട്ടികൾ വരുന്നുണ്ടെന്നും എല്ലാം ഞാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ആന്റിയെ കുറിച്ച് അവർക്ക് ഭയങ്കര മതിപ്പായി. അവർ 2 കുട്ടികളെ കൂടി ഇങ്ങോട്ട് വിടാൻ സമ്മതിച്ചിട്ടുണ്ട്. അത് കൊള്ളാലോ. കണ്ടോ മാമേ, എന്റെ മോള് കണ്ടോ?
പോകുന്നിടത്തെല്ലാം എന്നെക്കുറിച്ച് എന്റെ അഭിപ്രായമാ അവൾ പറഞ്ഞത് കേട്ടോ. ഇതാ എന്റെ മരുമോള് മുമ്പേ വേർത്തി വന്നിട്ട് പോയല്ലോ. അവളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എവിടെ പോയാലും എന്റെ കുറ്റവും കുറവും പറഞ്ഞ് നടക്കില്ല അവളുടെ പണി. ദേ ആന്റി, അപ്പ അവരെ കുറെ സ്വീറ്റ്സ് ഒക്കെ തന്നു കിട്ടു. എന്റെ അമ്മായിമ്മയ്ക്കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. എന്നെ എന്റെ അമ്മയെ പോലെ സ്നേഹിക്കുന്ന അമ്മായിമ്മേനെ അവർക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് പറയാൻ പറഞ്ഞു. ഇന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വീറ്റ്സ് ഒക്കെ കൊടുക്കാണ്. ഭാമി ആന്റി ഇരിക്ക്, ഇതൊക്കെ കഴിക്ക്. അങ്ങനെ രണ്ടുപേർക്കും അവള് വിളമ്പി കൊടുക്കാണ്. അപ്പോ ഭാമ പറയാണ്, മോളെ നീ കൂടി ഇരിക്ക്. അയ്യോ വേണ്ട ആന്റി, ഞാനിപ്പോ കഴിച്ചതേ ഉള്ളൂ. അവരോടൊന്ന് എന്നെ വയർ നിറച്ച് കഴിപ്പിച്ചിട്ടാ വിട്ടത്, അതുകൊണ്ട് വയറൊക്കെ നിറഞ്ഞു. പെട്ടെന്ന് ഭാമയുടെ ശ്രുതിയുടെ ഫോണിലെ ബെല്ലടിക്കാണ്. ഹലോ ഹലോ, കേൾക്കുന്നില്ലല്ലോ. ഹലോ കേക്കാവോ? ഞാൻ റേഞ്ചില്ലെന്ന് തോന്നുന്നു, ഞാൻ മുകളിലോട്ട് കയറട്ടെ. ഹലോ കേക്കാവോ എന്നും പറഞ്ഞുകൊണ്ട് അവളെ സ്റ്റെയറിലേക്ക് കയറി പോവാണ്. ഇടയ്ക്ക് ഇവരെ ഇടങ്ങനിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവര് ആ സ്വീറ്റ്സ് ഒക്കെ കഴിക്കുന്ന തിരക്കിലായിരിക്കും. അങ്ങനെ അവളെ മുകളിലേക്ക് ഓടിച്ചെന്ന് കയറി ആ കബോർഡിൽ നിന്നും ആ 2 ലക്ഷം രൂപ എടുത്ത് അവളുടെ ബാഗിൽ വെച്ച് പെട്ടെന്ന് തന്നെ അവിടെ തിരിച്ചിറങ്ങാണ്. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ആ ഞാൻ വന്നേക്കാം. ഇപ്പോഴോ? ഇപ്പൊ തന്നെയാണോ? ഓക്കെ ഞാൻ വന്നേക്കാം. റേറ്റ് ഒക്കെ അവിടെ വന്നിട്ട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് താഴേക്ക് വന്ന് ഫോൺ കട്ടാക്കാണ്. എന്താ മോളെ, ആരാ ഫോണില്? ഒരു കസ്റ്റമർ ആന്റി, ദേ ഇപ്പൊ തന്നെ ചെല്ലണമെന്ന്. ഞാനെങ്കിൽ പോട്ടെ. പോയിട്ട് വേണം റേറ്റ് ഒക്കെ പറഞ്ഞ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. എങ്ങനെയെങ്കിലും അവന് പിടിച്ചെടുക്കണം. കണ്ടോ, ഇതാ അധ്വാനം എന്ന് പറയുന്നത്. വേറൊരുത്തി ഉണ്ടല്ലോ ഇപ്പൊ ഇവിടെ പൂ വെച്ചിട്ട് പോയവള്. അവക്ക് ഒരു ദിവസം എന്ത് കിട്ടും? 500 100 വല്ലോ കിട്ടുമായിരിക്കും. പക്ഷെ എന്റെ മോൾ അങ്ങനല്ല. ഒരു വർക്ക് ചെയ്യുന്നതിനൊക്കെ 10,000 രൂപ ശമ്പളമാ. ഒരു ദിവസം അവൾ ഓടി നടന്ന് വർക്ക് ചെയ്യുന്നത് കണ്ടോ? ഇങ്ങനെ വേണം പെൺകുട്ടികളായാൽ എന്നൊക്കെ ഭാമയോട് ചന്ദ്ര പറഞ്ഞു കേട്ടോ. എങ്കിലേ ഞാൻ പോവാ ആന്റി, നിങ്ങൾ ഇരുന്ന് കഴിച്ചു കേട്ടോ. മോളെ കുറച്ച് വെള്ളമെങ്കിലും കുടിച്ചിട്ട് പോ. അയ്യോ സമയമില്ല ആന്റി, ഇപ്പൊ തന്നെ ചെല്ലാൻ പറഞ്ഞ് വിളിച്ചിരിക്കുക. ക്ലയന്റ് വിളിച്ചാൽ നമ്മള് ഒരു സെക്കൻഡിന് താമസിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടുന്ന് വിട്ടു പോണുണ്ട്. നേരെ വിളിക്കുന്നത് ആലിനാണ് കേട്ടോ. മീരയും കൂടെ വിളിക്കുന്നുണ്ട്. അങ്ങനെ മീരെ വിളിച്ചുകൊണ്ട് നേരെ ആലിന്റെ അടുത്തേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോഴേക്കും ആലിന് ചോദിക്കാണ്, എന്താ ശ്രുതി ഇത്രയൊക്കെ താമസിച്ചത്? എന്റെ ആന്റണി, നീ പറയുമ്പം എന്റെ കയ്യിൽ കാശിരിക്കാണോ? അത് ഉണ്ടാക്കിയ പാടെന്താന്ന് എനിക്ക് അറിയുള്ളൂ. അതെ, ജെയിംസ് ബോണ്ട് ജോലിയൊക്കെയാ ഇവള് ചെയ്തത് എന്ന് മീര പറയാണ്. അങ്ങനെ 2 ലക്ഷം രൂപയും കൊടുക്കുന്നുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് നവീൻദാസിനെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ട് ചികിത്സിക്ക്. എന്നിട്ട് അയാളെന്ന് നേരെ നടത്തി വിട്ടേക്ക്. ഇനി ഒരിക്കലും അയാൾ എന്നെ ശല്യപ്പെടുത്താൻ വരരുത്, എനിക്ക് അത്രേ ഉള്ളൂ എന്ന് ശ്രുതി പറയുമ്പം, ഇല്ല ഇനി ഒരിക്കലും അവൻ ശല്യപ്പെടുത്തില്ല, ഇനി ഞാനായിരിക്കും. എന്താ? അല്ല ഞാൻ പറഞ്ഞതാ, ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. അവൻ ഇനി ഒരിക്കലും നിന്നെ ശല്യപ്പെടുത്താൻ വരില്ല, പോരെ എന്ന് ചോദിക്കാണ്. ദേ സ്വീറ്റ്സ് കഴിക്ക്. ഞങ്ങൾക്ക് സ്വീറ്റ്സ് ഒന്നും വേണ്ട. 2 ലക്ഷം രൂപ മേടിച്ചിട്ട് സ്വീറ്റ്സ് പോലും. അതിനിത് എനിക്കാണോ ശ്രുതി? ആ നവീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇവിടെ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാല് പോലീസുകാർ ചോദിച്ചാ അവൻ എല്ലാ കാര്യം പറയില്ലേ? അതോടുകൂടി എല്ലാം തീരില്ലേ എന്ന് ചോദിക്കാണ്. ഇതാകുമ്പം എനിക്ക് പരിചയത്തിലുള്ള ഒരാളാ, നൈസായിട്ട് അവനെ എഴുന്നേൽപ്പിച്ച് നടത്താനും പറ്റും. പിന്നെ അവൻ എവിടെയെങ്കിലും ഞാൻ പറഞ്ഞു വിട്ടോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശരി ശരി എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ശ്രുതി മീരയെ വിളിച്ചുകൊണ്ട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അവിടുന്ന് ശ്രുതി മീരയെ വിളിച്ചിട്ട് പോയി കഴിയുമ്പം നവീൻദാസ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ ഐഡിയ? ഞാൻ പറഞ്ഞില്ലേ അവളുടെ കാശ് ഞാൻ വാങ്ങിച്ചു തരുമെന്ന്. എടോ, തൻ്റെ പോലത്തെ ഭീഷണിപ്പെടുത്തലൊന്നും നടക്കില്ല. ഇങ്ങനെയൊക്കെ റൂട്ട് മാറി പിടിച്ചാലേ അവളുടെ കാശ് കിട്ടുള്ളൂ എന്ന് ആന്റണി പറഞ്ഞിട്ടുണ്ട്. അതെ, എൻ്റെ പാർട്ട്ണർഷിപ്പിൽ ആർക്കും ഞാൻ ഈക്വൽ ഷെയർ കൊടുക്കാറില്ല എന്നും പറഞ്ഞുകൊണ്ട് 50,000 രൂപ കൊടുക്കാണ്. ഇതേ ഉള്ളൂ ആന്റണി. ഇതൊക്കെ മതി, ബാക്കി ഒന്നര എനിക്കാ. പിന്നെ താൻ ഇത്ര അടി കൊണ്ടതല്ലേ, അടിയും കൊണ്ട് ഇതുപോലെ ഇഞ്ചപ്പരുവായതല്ലേ, പിന്നെ വലിയൊരു രഹസ്യമല്ലേ താൻ എനിക്ക് വേണ്ടി പറഞ്ഞു തന്നത്. അതുകൊണ്ട് ഇന്നാ ഈ 50 കൂടെ വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ആ 50,000 രൂപയും കൂടി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ചു കാലത്തേന് അവളുടെ ഒന്ന് കണ്ണിപ്പെടണ്ട, എങ്ങോട്ടെങ്കിലും പോയിക്കോണം. അത് കഴിയുമ്പം ആവശ്യം വരുമ്പം ഞാൻ വിളിക്കാം. അവളെ ഞാനിനി കടന്നെടുക്കാൻ പോവാം. ഇനി അവളുടെ നിന്ന് പൈസ വരുന്ന വഴി അറിയില്ല എന്ന് പറയുമ്പോ നവീൻ പറയുന്നുണ്ട്, അവളുടെ കയ്യിൽ അങ്ങനെ ഒരു കിണ്ടിയില്ല. അവളാണെങ്കിലോ ഒരു വാടക വീട്ടിലാ അവളുടെ അമ്മയും മോനും താമസിക്കുന്നത്. ഈ കിട്ടുന്ന ശമ്പളം കൊണ്ടാ അവള് ജീവിക്കുന്നേ. പിന്നെ അവളുടെ അമ്മായിമ്മ ഓരോ തവണ ചോദിക്കുമ്പോഴും ഇങ്ങനെ വന്ന് പലിശക്കെടുത്ത് നിന്റെ നിന്നിലെ പലിശക്കെടുത്ത് കൊടുക്കാറ് എന്ന് ചോദിക്കാണ്. പിന്നെ അവളുടെ ഹസ്ബൻഡ് ആണേലോ അവനൊരു പൊട്ടനാ. ആ ഷോപ്പ് ഇപ്പൊ ഇവള് എങ്ങനെയോ അടിച്ചുമാറ്റി തുടങ്ങിയതാ. അല്ലെങ്കിൽ ഒരിക്കലും ആ ഷോപ്പ് തുടങ്ങാനുള്ള കാശൊന്നും അവളുടെ ഉണ്ടാവില്ല. ഇനി അവരുടെ കുടുംബസ്വത്താണെന്നും പലതരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് സത്യം എന്നൊന്നും അറിയില്ല എന്നിവര് പറയാൻ കേട്ടോ.
അങ്ങനെ ചന്ദ്രയും ഭാമയും കൂടിയിട്ട് പിറ്റേ ദിവസം ആ ഡാൻസ് ക്ലാസ്സിലൊക്കെ നിൽക്കുമായിരിക്കും. ആ സമയത്താണ് അവിടെ ഭാമ വന്നിട്ട് പറഞ്ഞത്, ചന്ദ്രയെ കബോർഡിൽ വെച്ച നിന്റെ കാശ് കാണുന്നില്ല എന്ന് പറയാണ്. ചന്ദ്ര ഞെട്ടിപ്പോകുന്നുണ്ട്. നീ എന്തായി പറഞ്ഞേ? കാശ് കാണുന്നില്ലെന്നോ? അതിനിവിടെ ആര് വരാനാ? ഡാൻസ് പിള്ളേർ ആരും മുകളിലേക്ക് പോകാറ് പോലും ഇല്ലല്ലോ. പിന്നെ ആ പണം എവിടെ പോയി എന്ന് ചോദിക്കാണ്. എനിക്ക് അറിഞ്ഞൂടാ, നീ ഇങ്ങ് വന്നേ ഒന്ന് നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഭാമ വിളിച്ചോണ്ട് പോകുന്നുണ്ട് കേട്ടോ. കബോർഡിൽ അരച്ചു പിറക്കിയിട്ടും ആ പൈസ കാണുന്നില്ല. അല്ല, നിന്റെ കാശും സ്വർണ്ണമൊക്കെ ഇരിപ്പുണ്ടെന്ന് ഒന്ന് നോക്കിക്കേ. നോക്കുമ്പം ഭാമയുടെ സ്വർണ്ണാഭരണങ്ങളും കാശും എല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാരോ മനഃപൂർവ്വം ചെയ്തതാ. അല്ലെങ്കിൽ ആ കാശ് മാത്രം എങ്ങനെ പോവാനാ? എനിക്കറിയില്ല, ഞാൻ ഇവിടെ തന്നെയാ വെച്ചത്. അപ്പം അവിടെ നിന്നുകൊണ്ട് അവൾ ആലോചിക്കാണ്, അല്ല പിന്നെ ആരായിരിക്കും അത് കൊണ്ടുപോയിട്ടുണ്ടാവുക? ഭാമ പറയുന്നുണ്ട്, ഇവിടെ ആര് വരാനാ? നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ, വേറെ ആരും വന്നിട്ടും ഇല്ല. പിന്നെ എങ്ങനെയാ കാശ് പോകും? അല്ല ഭാമേ, ഇന്നലെ ആ രേവതി ഇങ്ങോട്ടേക്ക് കയറി വന്നില്ലേ സാരി മടക്കി വെക്കാനായിട്ട്? ഈ കബോർഡല്ലേ അവൾ വെച്ചിട്ട് പോയത്? അങ്ങനാണെങ്കിലേ എനിക്ക് ഉറപ്പാ ഇത് അവള് തന്നെ ചെയ്ത പണിയാ, അവൾ ആ കാശ് എടുത്തത് എന്ന് പറയുന്നുണ്ട്. ദേ ചന്ദ്രേ, അനാവശ്യം പറയരുത്. ആ പെങ്കൊച്ചെ അധ്വാനിച്ച് ജീവിക്കുന്നതാ. അവൾ അങ്ങനെ കാശൊന്നും എടുക്കില്ല. പിന്നെ കാശെടുക്കില്ല. എന്നിട്ടാണല്ലോ അവളുടെ അനിയൻ ആ വണ്ടി മോഷ്ടിച്ചതും എന്റെ കാശ് മോഷ്ടിച്ചതൊക്കെ. അവളുടെ കുടുംബത്തിന്റെ ഒരു ജോലിയാ അത്. മോഷണം എന്തായാലും ഇത് അവൾ തന്നെയാ. സാരി മടക്കി വെക്കാൻ കണ്ടപ്പോ ഈ പൈസ കണ്ടു കാണും. 2 ലക്ഷം രൂപ കിട്ടിയാ എന്താ അവക്ക് പുളിക്കോ? ഇപ്പൊ തന്നെ വക്കീലിന് കൊടുക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ അവർ നിന്നിപ്പിൽ ഉണ്ടാക്കിയില്ലേ? അതൊക്കെ ഇവിടെ നിന്ന് പലിശ എടുത്തായിരിക്കും. അത് കൊടുക്കാനായിരിക്കും അവൾ കൊണ്ടുപോയത്. ചന്ദ്ര പറയാണ്, സോറി ഭാമ പറയാണ്, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നിനക്ക് അവളെ കുറിച്ച് ശരിക്കും അറിയാനായിട്ടാ. നിനക്ക് അവളുടെ അല്ലെങ്കിലും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്, അതുകൊണ്ടാണ് നീ അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ല ചന്ദ്രേ, ഞാൻ പറഞ്ഞല്ലോ അവൾ അങ്ങനെ ചെയ്യുന്നവളല്ല എന്ന് പറയുമ്പോഴേക്കും ഞാൻ വീട്ടിൽ പോയിട്ട് നിന്നെ വിളിക്കും. ഈ കാര്യം നീ എന്നോട് പറയണം, മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര നേരെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പം പുതിയൊരു ഓർഡർ ഇട്ടിന്റെ സന്തോഷത്തില് തുള്ളിച്ചാട് നിൽക്കായിരിക്കും കേട്ടോ സച്ചിൻ രേവതിയും കൂടി. അപ്പോഴാണ് ഭാമ ചന്ദ്രന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. എന്താ, നിന്റെ പൈസ കാണുന്നില്ലെന്നോ? എത്ര ലക്ഷം രൂപ? 2 ലക്ഷം രൂപയോ? അയ്യോ, അത് ആരെടുത്തു എന്നൊക്കെ ഒന്നും അറിയാത്തതുപോലെ ചന്ദ്ര ചോദിക്കാണ്. ഇന്നലെ അതിനവിടെ പുറത്തൊന്നും ആരും വന്നില്ലല്ലോ, നമ്മൾ രണ്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ആരാ എടുത്തത് എന്നൊക്കെ ഞാൻ ചോദിക്കാണ്. രവി ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രേ, എന്താ പ്രശ്നം? എന്താ പൈസ കാര്യമൊക്കെ പറയുന്നേ? രവിയേട്ടാ, ഭാമയുടെ വീട്ടില് 2 ലക്ഷം രൂപ ഇന്നലെ മോഷണം പോയിന്ന്. മോഷണം പോയെന്നോ? എങ്കിൽ പോലീസിനെ അറിയിക്കാൻ പറ. അതെങ്ങനെ പോലീസിനെ അറിയിക്കും? ഇന്നലെ ഞാനും ഭാമയും മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ, വേറെ ആരും അങ്ങോട്ടേക്ക് വന്നിട്ടും ഇല്ല. അപ്പൊ രവി പറയാണ്, അത് പോലീസ് കണ്ടുപിടിക്കട്ടെ എന്റെ പൊന്നു രവിയേട്ടാ. രവിയേട്ടൻ കാര്യം അറിയാൻ സംസാരിക്കാതെ. അപ്പോഴേക്കും ഭാമയോട് അങ്ങോട്ട് ചന്ദ്ര ചോദിക്കാണ്, എന്താ രേവതിയോ? രേവതി നിനക്ക് സംശയമുണ്ടോ? അപ്പോഴേക്ക് രേവതി ഞെട്ടിപ്പോവാണ്. സച്ചേട്ടാ എന്ന് വിളിക്കുമ്പോഴേക്കും നീ മിണ്ടാതിരി എന്ന് പറയുന്നുണ്ട്. ഭാമ അപ്പൊ അപ്പുറത്തൊന്ന് ചോദിക്കാണ്, ഞാൻ എപ്പോഴാ ചന്ദ്രൻ അങ്ങനെ പറഞ്ഞത്? ആ പാവം പെങ്കുച്ച നിലയില് നീ അത് ഇടല്ലേ എന്ന് പറയാണ്. ആണോ? ശരിയാണല്ലോ, രേവതി ഇന്നലെ സാരി മുടക്കാൻ നിന്റെ മുറിയിലേക്ക് പോയിരുന്നതല്ലേ? അപ്പൊ അവള് തന്നെ ആയിരിക്കുന്നാണോ നീ പറയുന്നത്? അപ്പോഴേക്ക് സച്ചി അങ്ങോട്ടേക്ക് വന്നിട്ട്, അമ്മ എന്ത് വർത്താനേ പറയുന്നേ? രേവതി അങ്ങനെ ചെയ്യുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എടാ, ഇവളുടെ അനിയനല്ലേ ഇപ്പൊ കള്ളക്കേസിൽ അകത്താകാൻ പോയത്. പിന്നെ ഇവള് ചെയ്യുന്നതില് എന്താടാ ഇത്? ഭാമ തന്നെയാ പറഞ്ഞത് അവൾക്ക് സംശയമാണെന്ന്. ഇന്നലെ ഞാനും ഭാമയല്ലാതെ വീട്ടിലേക്ക് വന്നത് ഇവള് മാത്രാ. അങ്ങനാണെങ്കിൽ ഇവള് തന്നെയായിരിക്കും എടുത്തത് എന്ന് പറയുമ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് ആശ്വസിക്കുകയാണ് കേട്ടോ. കാരണം ശ്രുതി ഓർക്കാണ്, സമാധാനമായി, അതങ്ങനെ ഇവളുടെ തലയിലേക്ക് ആയല്ലോ എന്നോർത്ത് നിൽക്കാണ്. അപ്പോഴേക്കും നമ്മുടെ രേവതി ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി കേട്ടോ. അമ്മേ, സത്യമായിട്ടും ഞാൻ എടുത്തിട്ടില്ല. സച്ചിയേടാ, അച്ഛ, ഞാൻ എടുത്തിട്ടില്ല. എന്നോട് സാരി മടക്കി കൊണ്ടുവെക്കാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവച്ചിട്ട് അപ്പം തന്നെ ഇറങ്ങി വരികയും ചെയ്തു. ഞാൻ എടുത്തിട്ടില്ലെന്ന് പറയുമ്പം സച്ചി പറയാണ്, രേവതി നീ കരയാതെ, ഞങ്ങൾക്കറിയാലോ എന്താ സംഭവിച്ചെന്ന്. അതൊന്നും നീ എടുക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. അമ്മേ, അനാവശ്യം പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും ആ ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കാൻ കേട്ടോ സച്ചി. ഭാമിയാൻറ്റി, എന്തൊക്കെയാ കേൾക്കുന്നേ? പൈസ കാണാതെ പോയോ? അതേ മോനെ, 2 ലക്ഷം രൂപ ആ പൈസ കാണാതെ പോയി. അല്ല, അത് രേവതി എടുത്തത് ഭാമിയാൻറ്റി പറഞ്ഞോ? അയ്യോ, ഞാൻ പറഞ്ഞില്ല മോനെ, ചന്ദ്രയാ പറഞ്ഞത്. എനിക്ക് അവളെ സംശയമൊന്നുമില്ല. അവൾ ഇന്നലെ വന്നിരുന്നു, ശരിയാ, പക്ഷെ അവൾ എടുക്കില്ലെന്ന് എനിക്ക് ഉറപ്പാ എന്ന് പറയുന്നുണ്ട്. കേട്ടല്ലോ? അല്ലാതെ അവളൊന്നും അല്ല അതെടുത്തത്. ഭാമിയാൻറ്റി പറഞ്ഞില്ലല്ലോ. അമ്മ പിന്നെന്തിനാ അവളെ കളിയാക്കാൻ ശ്രമിക്കുന്നത്? എടാ, അവള് തന്നെയാ എടുത്തത്. അവൾക്ക് ആ പാരമ്പര്യമുണ്ട്. ആ കുടുംബത്തിന് മഹിമ എന്താണെന്ന് നിനക്കറിയാലോ. ഓ പിന്നെ പറയുന്ന അമ്മയുടെ കുടുംബത്തിന് മഹിമ ഭയങ്കര വലുതാണല്ലോ. അമ്മയുടെ ഈ മോനല്ലേ 50 ലക്ഷം അടിച്ചോണ്ട് പോയത്. അമ്മയും അമ്മയുടെ മോനും ചേർന്നല്ലേ ഈ രേവതിന് സ്വർണ്ണ കട്ട് വിൽക്കാൻ നോക്കിയത്.
അതൊന്നും എന്താ മോഷണമല്ലേ? എന്നിട്ട് ഒന്നും അറിയത്തിന്റെ ഭാര്യനെ അനാവശ്യം പറഞ്ഞു എന്ന് ചോദിക്കാണ്. രവി ചാടി എണീറ്റ് പറയുന്നുണ്ട്, ചന്ദ്രേ ആവശ്യമായിട്ട് പറയരുത്. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കയറുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ മോളെ പറ്റി അങ്ങനെ പറയരുത്. പറഞ്ഞാ അതെനിക്ക് ക്ഷമിക്കാനാവില്ല. നല്ല അടി ഞാൻ വെച്ച് തരും എന്ന് പറയാണ്. രവിയേട്ടാ, ഞാനല്ല, ഭാമിയാ പറഞ്ഞത്. ഇന്നലെ ആ വീട്ടില് ഇവള് മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ എങ്ങനെ ആ പൈസ കാണാതെ പോയി എന്ന് ചോദിക്കാണ്. ഞാനും ഭാമയും എന്നും അവിടെ തന്നെ ഉണ്ടല്ലോ. അവരുടെ മുറിയിലേക്ക് പോയത് ഇവള് മാത്രമാണ് എന്ന് പറയുമ്പോഴേക്കും രേവതി അവിടെ നിന്ന് സച്ചിയെ കെട്ടിപ്പിടിച്ച്, സച്ചിയേട്ടാ ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കരയാണ്. വർഷ പറയുന്നുണ്ട്, ആന്റി എന്തിനാ എപ്പോഴും രേവതി ചേച്ചിയെ കുറ്റം പറഞ്ഞത്? ചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കഷ്ടപ്പെട്ട് അധ്വാനിച്ച ചേച്ചി ജീവിക്കുന്നത്. പിന്നെ ഇതിന് ആന്റി ഇങ്ങനെയൊക്കെ പറയണേ എന്നും ചോദിച്ചുകൊണ്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാനല്ലല്ലോ, ഇത് നടന്ന കാര്യമില്ലേ പറഞ്ഞത് എന്ന് ചോദിക്കാണ്. അങ്ങനെ ആകപ്പാടെ പ്രശ്നം വളരെ രൂക്ഷമായിരിക്കുകയാണ് കേട്ടോ. രേവതിയെ പിടിച്ചുകൊണ്ട് സച്ചി അകത്തുകൊണ്ട് ഇരുത്തിയിട്ട് അപ്പോൾ തന്നെ വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. നേരെ പോണത് ഭാമയുടെ വീട്ടിലേക്കായിരിക്കും. അവിടെ ചെന്നിട്ട് ഭാമയോട് ചോദിക്കാണ്, ഭാമയാൻറ്റി, എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ല. അപ്പോൾ പോലും ഭാമയാൻറ്റി എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ചോദിക്കാം, അവളാണോ ആ പൈസ എടുത്തത്? പറയാൻറ്റി എന്ന് പറയുമ്പോൾ, മോനെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. രേവതിയുടെ എന്തെങ്കിലും വന്നിരുന്നു, പക്ഷെ അവളെ കളിയാക്കാൻ ശ്രമിച്ചത് ചന്ദ്രയാ. അല്ലേ ആൻറ്റി? ആരുടെ പൈസ എപ്പോഴാണ് പോയത് എന്ന് ചോദിക്കുമ്പം, അതിനത് എൻ്റെ പൈസ അല്ലല്ലോ. ആരുടെ പൈസ അല്ലേ അത്? പിന്നെ ചന്ദ്രയുടെയോ? അമ്മയ്ക്ക് ഇവിടുന്ന് അത്രയും പൈസ? മോനെ, അത് പിന്നെ അവളോട് പോയി ചോദിക്കരുത്. ഡാൻസ് പിള്ളേരെ പഠിപ്പിച്ചിട്ടേ പൈസയാ. ദേ ആൻറ്റി, കള്ളം പറയരുത്. 2-3 പിള്ളേരെയും കൊണ്ട് 2 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റില്ലെന്നൊക്കെ എനിക്കറിയാനുള്ള ബോധമുണ്ട്. സത്യം പറയാം ആൻറ്റി, ഇത് എവിടുന്ന് ഈ പൈസ? മോനെ, അത് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് വക്കീല് വന്നതും പൈസ കൊടുത്ത കാര്യങ്ങളും എല്ലാം പറയാണ്. അത് കേട്ട് നമ്മുടെ സച്ചി ഞെട്ടിപ്പോകുന്നു കേട്ടോ. സച്ചി ഇവിടുന്ന് ചാടി എഴുന്നേക്കാണ്. അപ്പോ അമ്മ എല്ലാരും പറ്റിക്കായിരുന്നല്ലേ എന്ന് ചോദിക്കാണ്. മോനെ, ഞാൻ പറഞ്ഞത് പറയരുത്. അവൾ പിന്നെ എന്നോട് മിണ്ടില്ല എന്ന് പറയുമ്പോൾ, ശരിയാടി ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് അപ്പോൾ തന്നെ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. നേരെ വീട്ടിലേക്ക് പോയിട്ട് ഈ കാര്യങ്ങള് അച്ഛനോട് പറയാണ്. അച്ഛൻ അപ്പോൾ തന്നെ ചന്ദ്രയെ വിളിക്കുന്നുണ്ട്. ചന്ദ്രേ, ഇങ്ങോട്ട് വാടി ഇറങ്ങി എന്ന് പറയാണ്. എന്താ രവിയേട്ടാ എന്ന് ചോദിക്കുമ്പോൾ, നീയല്ലേ പറഞ്ഞത് നിന്റെ മനസാക്ഷി കൊണ്ട് അവനെ ഒപ്പിട്ട് കൊടുത്ത് അവനെ പുറത്തിറക്കിയതാണെന്ന്. എന്നിട്ട് നീ വക്കീലോട് കാശ് മേടിച്ചല്ലേ എന്ന് ചോദിക്കാണ്. കാശ് വേണമെങ്കിൽ നിനക്ക് ആദ്യം പറഞ്ഞാൽ പോരായിരുന്നോ? 2 ലക്ഷം രൂപ സച്ചിൻ തരുമായിരുന്നല്ലോ. ഇതിപ്പോ ഒന്നുമില്ലാതെ 3 ലക്ഷം രൂപ കൊണ്ടായി ആ വക്കീലിന് കൊടുത്തു. 2 ലക്ഷം രൂപ കാണാതെയും പോയി. മര്യാദയ്ക്ക് ആ 5 ലക്ഷം രൂപ നീ ഇവർക്ക് തിരികെ കൊടുക്കണം എന്ന് പറയാണ്. രവിയേട്ടാ എന്ന് വിളിക്കുമ്പോഴേക്കും ഇതെന്റെ അവസാന പറച്ചിലാ. ഇതിന് നീ സമ്മതിച്ചില്ലെങ്കിൽ ഈ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. 5 ലക്ഷം രൂപ നീ ഇവർക്ക് തിരികെ കൊടുത്തില്ലെങ്കിൽ ആ നിമിഷം ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകും എന്ന് പറയാൻ കേട്ടോ. അല്ല വേണ്ട, ഞാൻ പൈസ തരാം എന്ന് പറയുന്നുണ്ട്. ഇത്രയ്ക്കും വലിയ കള്ളിയാണ് നീയെന്ന് ഞങ്ങൾ ഒരിക്കലും അറിഞ്ഞില്ല. കുടുംബത്തിനകത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഷോക്കായി നിൽക്കാൻ കേട്ടോ. അവളെ ഭയങ്കര പുകഴ്ത്തി നടക്കുകയായിരുന്നല്ലോ. കാശ് മേടിച്ചിട്ടാണ് ഇങ്ങനത്തെ പണി കാണിച്ചതെന്ന് ആരും അറിഞ്ഞില്ലല്ലോ. അങ്ങനെ ഇവളാണെങ്കിൽ ആകെപ്പാടെ മനോവിഷമത്തിലായിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ആശ്വസിപ്പിക്കാനായിട്ട് ശ്രുതിയും കൂടെ കയറി വരുന്നുണ്ട്. അമ്മ വിഷമിക്കാമേ, അവളും അവളുടെ ഒരു കെട്ടിയവനും 2 എണ്ണം കണക്കാ. അമ്മ കാശ് മേടിച്ചെങ്കിലേ കണക്കായിപ്പോയി. അവന്റെ കേസ് ഒഴിവാക്കാനല്ലേ, വെറുതെ ഒന്നല്ലല്ലോ എന്ന് ചോദിക്കുമ്പം നമ്മുടെ ചന്ദ്ര എഴുന്നേറ്റ് പറയുന്നുണ്ട്, ശ്രുതി നിന്റെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ടല്ലോ, എനിക്ക് ഒരു 5 ലക്ഷം രൂപ താ. 5 ലക്ഷമോ അമ്മേ? ഞാനതിന് എവിടെ നിന്ന് പോവാനാ? നിന്റെ അച്ഛൻ മലേഷ്യയിലല്ലേ, നിന്റെ കൊച്ചനും അവിടെ കണ്ടൊക്കെയല്ലേ, അവരിലൊക്കെ ഇഷ്ടംപോലെ കാശുള്ളതല്ലേ, പിന്നെ കുറച്ച് അയച്ചു തരാൻ എന്താ പ്രശ്നം? നീ മലേഷ്യയിലെ അച്ഛനെന്ന് പറയുന്നല്ലാതെ അയാളിതുവരെ കണ്ടിട്ടും ഇല്ല, കാശ് തന്നിട്ടും ഇല്ല. കള്ളം പറയരുത് ശ്രുതി, സത്യം പറ, നിന്റെ അച്ഛൻ മലേഷ്യയിൽ തന്നെ അല്ലേ എന്ന് ചോദിക്കുമ്പം, അമ്മേ അച്ഛൻ ജയിലില് മതി, ജയിലിലാണെങ്കിലും ക്യാഷ് ഒപ്പിച്ചു തരാൻ പറ്റുമെന്ന് കഴിഞ്ഞ പ്രാവശ്യത്തോടുകൂടി എനിക്ക് മനസ്സിലായി. 50 ലക്ഷം രൂപയല്ലേ ഞങ്ങള് ഇതിനു വേണ്ടി അച്ഛൻ തന്നത്, പിന്നെ എന്തുകൊണ്ടാ 5 ലക്ഷം തരാൻ മടി? 5 ലക്ഷം തന്നിട്ട് എന്നോട് മിണ്ടിയാ മതി എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. ഇതാകെപ്പാടെ പുലിവാലായാലും ഓർത്ത് ശ്രുതി നിൽക്കാണ് കേട്ടോ. കാരണം ആനണിക്ക് വേണ്ടി 2 ലക്ഷം രൂപ കട്ടോണ്ട് കൊടുക്കുകയും ചെയ്തു. ഇപ്പത് 5 രൂപ കൊടുക്കുകയും വേണം. ചുമ്മാതിരുന്നിട്ട് ആവശ്യത്തെ പണി കാണിക്കാൻ പോയതല്ലേ. ശരത്തിന് ഇവിടെ ലീക്ക് ചെയ്തതിനാണല്ലോ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായത്. അവളെ എന്ത് ചെയ്യുന്നു ആലോചിച്ച് നിൽക്കുമ്പം ശ്രുതി പറയാണ്, അതേ ശ്രുതി, അമ്മയുടെ ഈ അവസ്ഥയിൽ നീയാ സഹായിക്കേണ്ടത്. അങ്ങനെയാണെങ്കിലേ അമ്മയ്ക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടമാകും. 5 ലക്ഷം രൂപ അച്ഛനോട് പറഞ്ഞ് നീ മേടിച്ചു കൊടുക്ക്. അങ്ങനെയാണെങ്കിലേ അമ്മ ഈ കുടുക്കിന്ന് രക്ഷപ്പെടുകയും ചെയ്തല്ലോ. ആ സച്ചിയുടെ രേവതിയുടെ മുഖത്ത് നോക്കി അമ്മയ്ക്ക് അത് എറിഞ്ഞു കൊടുക്കണം എന്ന് പറയാണ്. ശ്രുതിയാണെങ്കിലോ ആകെപ്പാടെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കാണ്.
മീരയുടെ പോയിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. മീര പറയാണ്, ഇതാണ് കർമ്മഫലം എന്ന് പറയുന്നത്. മര്യാദക്ക് ഇരിക്കുകയല്ലായിരുന്നു അവര്. നീ അല്ലേ പോയിട്ട് ആ വീഡിയോ ലീക്കാക്കിയത്? ആ ലീക്കാക്കിയതിന് പിന്നാലല്ലേ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായതും. ഇപ്പതേ 5 ലക്ഷം രൂപ കൊടുക്കണം, നീ എവിടുന്ന് കൊടുക്കും എന്ന് ചോദിക്കാണ്. അങ്ങനെ ശ്രുതി അവസാനം നിക്കക്കളില്ലാതെ അവളുടെ താലിമാല സഹിതം കൊണ്ടേ പണയം വെക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ അവൾക്ക് 5 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. അങ്ങനെ അവളെ നേരെ കൊണ്ടുപോയിട്ട് അമ്മായിമ്മയുടെ കയ്യിൽ 3 ലക്ഷം രൂപയും കൊടുക്കുന്നുണ്ട്. ചന്ദ്ര അടുത്തേക്ക് പോയിട്ട് 2 ലക്ഷം രൂപ കൊടുത്തിട്ട് പറയാണ്, ആന്റി അത് നമ്മുടെ കയ്യിലെ പൈസ കാണാതെ പോയില്ലേ, അത് രേവതിയാണെന്ന് പറഞ്ഞ് കുടുംബത്തില് വലിയ വഴക്കാ. ഇതെല്ലാം അറിഞ്ഞതോട് കൂടിയിട്ട് 5 ലക്ഷം രൂപ രേവതിക്ക് സച്ചിക്ക് കൊടുക്കണമെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുക. അല്ലെങ്കിൽ അച്ഛൻ വീട് വിട്ട് പിണങ്ങി പോന്ന് പറഞ്ഞു. അത് കേട്ട് അമ്മയ്ക്ക് ഭയങ്കര സങ്കടാ. ആ വീട്ടിലെ എല്ലാവരും നന്നായി ജീവിക്കണം, അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അതുകൊണ്ടതാ ഇതെന്നെ ഇരുന്ന കുറച്ച് പൈസ 2 ലക്ഷം രൂപയുണ്ട്. ഇതുകൊണ്ട് ആന്റി കബോർഡിൽ വെച്ചിട്ട് സാരക്കയുടെ എല്ലാം കിടക്കുമായിരുന്നു. കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വിളിച്ച് പറയണം. അങ്ങനെയാകുമ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ആകും. ബാക്കി 3 ലക്ഷം രൂപ അമ്മയ്ക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊണ്ട് കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട്. ഇതുപോലൊരു മരുമോളെ കിട്ടിയ ചന്ദ്ര എന്റെ ഭാഗ്യവതിയാന്നൊക്കെ ഭാമ പറയാൻ കേട്ടോ. അങ്ങനെ ശ്രുതി വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഭാമ വിളിച്ചിട്ട് ആ പൈസ കാണാതെ പോയില്ല, അത് കബോളത്തിനുണ്ടായിരുന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. കബോളത്തിന് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പം സച്ചി പറയാണ്, കണ്ടോ അച്ഛ കണ്ടോ, എന്നിട്ടാ ഒരാവശ്യമില്ലാതെ എന്റെ ഭാര്യയെ കള്ളിയാക്കിയത്. ആ കബോളത്തിനുണ്ടായിരുന്നു അമ്മയുടെ പൈസ. എന്തായാലും അങ്ങനെ ഒരു ഇഷ്യൂ വന്നതുകൊണ്ടേ അമ്മയുടെ കള്ളി വെളിച്ചത്തായല്ലോ എന്ന് സച്ചി പറയാണ്. രേവതി പറയാണ്, ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായില്ലേ ഞാൻ കള്ളിയല്ലെന്ന്. അമ്മയാ കള്ളി, അമ്മയല്ലേ കള്ളം പറഞ്ഞ് ആ പൈസ വാങ്ങിച്ചു വെച്ചത്. ദൈവം അത് പുറത്താക്കാൻ വേണ്ടിയാ ഇങ്ങനെയൊക്കെ കളിച്ചത് എന്ന് പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് ശ്രുതി വന്നിട്ട് ചന്ദ്രയുടെ കയ്യില് 3 ലക്ഷം രൂപ കൊടുക്കാണ്. ദേ അമ്മേ, അവർക്ക് കൊടുക്കാനുള്ള പൈസ അവരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് കൊടുക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ല മോളെ, ബാക്കി 2 ലക്ഷമോ? അത് പിന്നെ 2 ലക്ഷം രൂപ ഇപ്പം കാണാതെ പോയിട്ടില്ലെന്ന് മനസ്സിലായല്ലോ, ബാക്കി 3 ഇതുണ്ട് എന്ന് പറയുമ്പം ആ ശരിയാ എന്ന് പറയാണ്. അങ്ങനെ ആ 5 ലക്ഷം രൂപയുടെ കാര്യത്തില് ഒരു തീർപ്പായിട്ടോ. അങ്ങനെ രവീന്ദ്രൻ അത് രേവതിയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പറയാണ്. ചന്ദ്ര ദേഷ്യത്തോടുകൂടിയിട്ട് ആ 3 ലക്ഷം രൂപയും അവളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. രവി പറയാണ്, പിന്നെ നീ വാങ്ങിച്ചു വെച്ച ആ 2 ലക്ഷം രൂപ ഉണ്ടല്ലോ ഭാമയുടെ വീട്ടിലിരിക്കുന്നത്, അതോടെ കൊണ്ടുവന്ന് ഇവളുടെ കയ്യിൽ കൊടുത്തേക്കണം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നുള്ള അവസ്ഥയില് ചന്ദ്ര ആകെപ്പാടെ ഇതായിട്ട് നിൽക്കാണ്. നമ്മുടെ ശ്രുതിയുടെ അവസ്ഥ പറയണ്ടല്ലോ, അതിലപ്പുറമായി ശ്രുതിയുടെ അവസ്ഥ. അങ്ങനെ ആ ഒരു പ്രശ്നം സോൾവ് ആയിട്ട് എല്ലാരും പോവാണ്. അന്ന് വൈകുന്നേരം തന്നെ മീരനെ പുറത്തിറങ്ങിയതുകൊണ്ട് ശ്രുതി വിളിക്കാൻ കേട്ടോ. മീര പറയുന്നുണ്ട്, നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ, ഇപ്പൊ എല്ലാം അവതാളത്തിലായില്ലേ എന്ന് പറയുമ്പം ഇത് വർഷ ഒളിഞ്ഞെന്ന് കേൾക്കാം കേട്ടോ. എന്നിട്ടുള്ള വീഡിയോ എടുക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ, എല്ലാം എന്റെ പൊട്ടബുദ്ധിക്ക് തോന്നിയതാ. ആ 2 ലക്ഷം രൂപ ഭാമയാനയുടെ കബോർഡിൽ നിന്ന് ഞാൻ മോഷ്ടിച്ചതാ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇത്ര വലിയ പ്രശ്നം ആവില്ലായിരുന്നു. ആ 5 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരില്ലായിരുന്നു. ആ 2 ലക്ഷം രൂപ എടുത്തോണ്ടല്ലേ ആന്റി പൈസ വാങ്ങിച്ചൊന്നും 5 ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നത്. എല്ലാം എന്റെ കയ്യിൽ തെറ്റാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീരെ വിളിച്ചു പറഞ്ഞ കേട്ട് ഞെട്ടു നിൽക്കാം കേട്ടോ വർഷ. അപ്പൊ അവള് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രാത്രിയില് ഡിന്നർ കഴിക്കാനായിട്ട് എല്ലാരും കയറി വരുമ്പം വർഷ പറയുന്നുണ്ട്, എല്ലാരെയും ഞാനൊരു കാര്യം കാണിക്കാം. നമ്മുടെ രേവതി കള്ളിയാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാരും ചേച്ചിയെ കുറെയൊക്കെ പറഞ്ഞല്ലോ, ശരിക്കുള്ള കള്ളി ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇന്ന് പേടിച്ച് വിറയ്ക്കാണ്. ടി വിയിലേക്ക് പോയിട്ട് അവളുടെ ഫോൺ കണക്ട് ആക്കുന്നുണ്ട്. എന്നിട്ട് ഓൺ ചെയ്യുമ്പം ശ്രുതി പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാണ്. മേരിലുള്ള ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ, ഭാമേനന്റെ വീട്ടിൽ നിന്നും ഞാൻ പൈസ മോഷ്ടിക്കാൻ പോയതാണ് എല്ലാ പ്രശ്നങ്ങൾക്ക് കാരണം, അവിടെ നിന്നാണല്ലോ തുടങ്ങിയെന്ന് അവള് പറഞ്ഞല്ലോ. അത് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കാണ്. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര വന്നിട്ട് ചോദിക്കാണ്, ആണോ നീയാണോ ആ കാശ് മോഷ്ടിച്ചത്? അത് പിന്നെ അമ്മേ, ഞാൻ വെറുതെ ഫോണിൽ കൂടെ പറഞ്ഞതാ, മിണ്ടിപ്പോകരുത് നീ ആ കട്ടേന്ന് അതിൽ ക്ലിയർ ആയിട്ട് കേൾക്കാലോ. സത്യം പറടി, ആർക്കുണ്ട് ഞാൻ പൈസ മോഷ്ടിച്ചത് എന്ന് പറയാണ്. സച്ചി പറയുന്നുണ്ട്, വേറെ ആർക്ക് വേണ്ടിയിട്ടാ എന്റെ പൊന്നമ്മേ, ഇവള് മലേഷ്യക്കാരിയൊന്നുമല്ല, ഇവളെ പേരും കള്ളിയാ. ഇതോടുകൂടി അമ്മയ്ക്ക് മനസ്സിലായല്ലോ എന്ന് പറയുമ്പം, ആണോ ശ്രുതി, നിന്റെ അച്ഛൻ മലേഷ്യയിലല്ലേ എന്ന് ചോദിക്കാണ്. അമ്മേ, അതുകൊണ്ടൊന്നും അല്ല. അത് പിന്നെ എന്ന് പറയുമ്പം, പറയടി എന്താണ് കാരണം എന്ന് ചോദിക്കാണ്. അമ്മേ, അത് പിന്നെ എനിക്കൊരു അത്യാവശ്യം വന്നു. എന്തത്യാവശ്യം? ഞാൻ പറഞ്ഞില്ലേ അച്ഛനിപ്പോ ജയിലിലാ ഉള്ളത്. ഇപ്പം തൽക്കാലമായിട്ട് ക്യാഷ് ഒന്നും മറിക്കാൻ പറ്റില്ല. എന്റെ പാർലറിലേക്ക് കുറച്ച് ക്യാഷ് അത്യാവശ്യമായിട്ട് വന്നു.
അതിന് ഇമ്മാതിരി നാണംകെട്ട പണിയാണോ നീ കാണിക്കേണ്ടത്? ഞങ്ങളോട് ചോദിച്ചാല് ഞങ്ങൾ എവിടെ നിന്നെങ്കിലും തരില്ലേ? അതിന് ഭാമയുടെ വീട്ടിൽ കയറി പൈസ മോഷിച്ചിരിക്കുന്നു. ഛേ, ഭാമ എങ്ങനെന്ന് അറിഞ്ഞാല് എന്നെ നാണക്കേടാ. നീ എന്റെ മരുമകളാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ട് നടക്കുക. ആ സമയത്താണോ നീ ഇങ്ങനത്തെ വൃത്തികൾ കാണിക്കുന്നേ? അമ്മേ, എനിക്ക് അത്ര അത്യാവശ്യമായിരുന്നു. അതുപോലെ തന്നെ ഭാമേന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ ആ പൈസ തിരികെ കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. തിരികെ കൊടുത്തുന്നോ? അതെ, ഭാമേനെ വിളിച്ചിട്ട് പറഞ്ഞില്ലേ പൈസ കിട്ടിയെന്ന്? അത് ഞാൻ തിരികെ കൊണ്ട് കൊടുത്തതാ. എനിക്ക് 2-3 ദിവസത്തെ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പണിയാ. നിനക്ക് കാശ് വേണമെങ്കിൽ എന്നോടോ ഭാമയോടോ ആരുടെങ്കിലും ചോദിച്ചാല് കടമായിട്ട് തരുമായിരുന്നല്ലോ. എന്നിട്ട് ഇമ്മാതിരി പണി കാണിക്കണമായിരുന്നു എന്ന് ചോദിക്കാണ്. അത് പിന്നെ എന്റെ അച്ഛൻ ഭയങ്കര കോടീശ്വരാന്ന് പറഞ്ഞിട്ട് എല്ലാവരും മുമ്പിൽ വന്ന് കാശ് ചോദിക്കാനുള്ള നാണക്കേടുണ്ട് അമ്മേ എന്ന് പറയാണ്. എന്തായാലും ഇപ്പൊ ആ നാണക്കേടൊക്കെ മാറി കിട്ടിയല്ലോ എന്ന് പറയുമ്പോഴേക്കും സുധി അങ്ങ് വല്ലാണ്ട് നിൽക്കാണ്. വർഷ പറയുന്നുണ്ട്, ആന്റി കുറെ പറഞ്ഞല്ലോ രേവതി ചേച്ചിനെ കള്ളിയാന്നും പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞു. ഇപ്പൊ മനസ്സിലായില്ലേ ആരെ കള്ളിന്ന്? മര്യാദയ്ക്ക് ആന്റി ചേച്ചിയുടെ മാപ്പി ചോദിക്ക്. ഞാന് ഇവളോട് മാപ്പി ചോദിക്കാനോ? അതെ, ആന്റി ചോദിക്കണം. അപ്പൊ രവി പറയാണ്, അതെ വർഷമോള് പറഞ്ഞതിന് ശരി, നീ മര്യാദയ്ക്ക് രേവതിന് മാപ്പി ചോദിക്ക്. അവളെ നീ കള്ളിയാക്കാൻ നോക്കിയില്ലേ, അതിന് മാപ്പ് ചോദിച്ചേ പറ്റുള്ളൂ എന്ന് പറയാണ്. ഞാൻ മാപ്പ് ചോദിക്കില്ല എന്ന് ചന്ദ്ര പറയുമ്പം രവി പറയാണ്, സച്ചി രേവതി ബാ നമുക്ക് ഈ വീട്ടിൽ ഇറങ്ങാം. ഞാനും ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഇവള് മാപ്പ് പറയാതെ എന്തായാലും ഞാനിനി ഈ വീട്ടിലേക്ക് കാലുകുത്തില്ല എന്ന് പറയുമ്പം രവിയേട്ടാ പോവല്ലേ രവിയേട്ടാ, രവിയേട്ട എന്തായി കാണിക്കുന്നേ? ഇവർക്ക് വേണ്ടി എന്നെ ഉപേക്ഷിച്ച് രവിയേട്ട ഇറങ്ങി പോവാണോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞൊരു കാര്യം നീ അനുസരിക്കുന്നില്ലെങ്കിലേ ഞാൻ ഇടന്നിട്ട് ഒരു കാര്യമില്ല എന്ന് രവി പറയാണ്. അപ്പോഴേക്കും ചന്ദ്ര പോയിട്ട് അവളുടെ മുമ്പില് നിന്നിട്ട് എന്നോട് ക്ഷമിച്ചേക്ക്, മാപ്പ് എന്ന് പറയുന്നുണ്ട്. രേവതി പറയാണ്, സഹായമില്ലാമേ, എങ്കിലും അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത മരുമകളാ ഞാൻ എന്ന് വെച്ച് ഇങ്ങനെയുള്ള പേരുകളൊന്നും എനിക്ക് ചാർത്തി തരരുത്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഞാനും എൻ്റെ അമ്മയും വീട്ടുകാരൊക്കെ ജീവിക്കുന്നത്. പിന്നെ അവൻ അങ്ങനെ കാണിച്ചെങ്കിൽ അതിന് പിന്നില് ഒരു കാര്യവും കാരണവും ഒക്കെ ഉണ്ട്. അമ്മയുടെ പുന്നാര മരുമകളാ കാശ് മോഷ്ടിക്കുന്നതും ഇമ്മാതിരി പണിയെല്ലാം കാണിക്കുന്നത്. അതിനെ ഓർത്താലേ അമ്മയ്ക്ക് കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് കേറിപ്പോവാണ്. നമ്മുടെ സച്ചി ആണെങ്കിൽ അമ്മനെ വറുത്ത് പൊരിക്കുന്നുണ്ട് കേട്ടോ.